Hi dear friends, welcome to one more session with Stage Kerala. അപ്പോൾ നമ്മൾ ഇന്ന് NCERT ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഫസ്റ്റ് എക്സസൈസ് 3.1 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സസൈസ് 3.1 നമുക്ക് ഇവിടെ ചെയ്യാം. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ ഇതെല്ലാം ചെയ്തത് തന്നെയാണ്, എന്നാലും എക്സസൈസ് ക്വസ്റ്റ്യനും എല്ലാം നമുക്ക് ചെയ്തു പോകാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്, ഡിഗ്രി ടു റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താണ് നമുക്കറിയാം, അതിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ 5 ടൈംസ് കൊണ്ട് ഇതിനെ 36 അല്ലെ. സോ 5π/36 എന്ന് എഴുതാലോ. ഇതാണ് ഇതിന്റെ റേഡിയൻ മെഷർ. ഇതിൽ കൂടുതലൊന്നും ക്യാൻസൽ ചെയ്യാനില്ല, റേഡിയനിൽ എപ്പോഴും പൈ വെച്ചിട്ട് എഴുതുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത രണ്ടാമത്തത് -47 ഡിഗ്രി ആൻഡ് 30 മിനിറ്റ്സ്, ദാറ്റ് ഇസ് സെയിം ആസ് -47 ഡിഗ്രി ആൻഡ് ഹാഫ് ഡിഗ്രി അല്ലെ. 30 മിനിറ്റ്സ് എന്ന് പറയുന്ന ഹാഫ് ഡിഗ്രി അല്ലേ. നമ്മൾ മിനിറ്റ്സിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഡിവൈഡഡ് ബൈ 60 ചെയ്യണം. 30 ഡിവൈഡഡ് ബൈ 60 1/2 ആവും. ദാറ്റ് ഇസ് സെയിം ആസ് മൈനസ് ഇത് 95 ഡിവൈഡഡ് ബൈ 2 ഡിഗ്രി എന്ന് വരത്തില്ലേ. അതിന് നമുക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഇൻറ്റു π/180 എന്ന് ചെയ്യണം അല്ലെ. ഇൻറ്റു π/180 ചെയ്ത് കഴിഞ്ഞാൽ റേഡിയനിലേക്ക് കൺവേർട്ടഡ് ആവുമല്ലോ. ഇനി നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -1 ഉണ്ട്, 9 ഉണ്ട്, ഇത് 3 ഉണ്ട്, 3 ടൈംസ് 5 36 വരും അല്ലെ. അതായത് -19π ഡിവൈഡഡ് ബൈ 72 എന്ന് ഇവിടെ എഴുതാം. വേറെ വല്ലതും ക്യാൻസൽ ചെയ്ത് പോകാനായിട്ട് വല്ലതും ഉണ്ടോ? ഒന്നും തന്നെ ഇല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പോ -19π ഡിവൈഡഡ് ബൈ 72 എന്ന് തന്നെ എഴുതാം. അടുത്ത ചോദ്യം 240 ഡിഗ്രി, 240 ഇൻറ്റു π/180 ചെയ്ത് കഴിഞ്ഞാൽ ഇത് 6 കൊണ്ടിട്ട് 4 ടൈംസ്, ഇത് 3 ടൈംസ് അല്ലെ. അതായത് 4π/3 എന്ന് നമുക്ക് ഫൈനൽ ആയിട്ട് ഇവിടെ ആൻസർ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ 520 ഡിഗ്രിയോ, 520 ഡിഗ്രി ഇൻറ്റു π/180, 0യും 0യും വെട്ടിപ്പോയി. ഇതിനെ എന്തെങ്കിലും വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാനായിട്ടുണ്ടോ? 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇത് 26 വരും, ഇത് 9 വരും. ഇനിയൊന്നും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ഒന്നും ഇല്ലല്ലോ. സോ ദിസ് ഇസ് 26π ഡിവൈഡഡ് ബൈ 9 എന്നൊക്കെ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ. ഓക്കെ, NCERT-യിലും 19 ബാക്കിലെ ആൻസേഴ്സ് ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയിട്ടുള്ളൂ. ഇതിനെ ഫെർദർ സിംപ്ലിഫൈ ചെയ്തിട്ടൊന്നുമില്ല. ഇത്രയും തന്നെ 5π/36 എന്നും -19π/72 എന്നും ഒക്കെ തന്നെ എഴുതിയാൽ മതി. ഇതിലും കൂടുതൽ സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് നമ്മൾ അന്നേരം ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് പഠിച്ചു അല്ലെ. ഇനി നമുക്ക് ഡിഗ്രി റേഡിയൻ മെഷറിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകാം. റേഡിയനെ കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താണ്, റേഡിയൻ മെഷർ 11/16 ആണെങ്കിൽ അതിനെ π/180 കൊണ്ട് 180/π കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് 11/16 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ എന്ന് പറയുന്ന 22/7 ആണ്. ഇത് ക്യാൻസൽ ആയി പോകും, ഇത് 2 ടൈംസ് വരും, ഇത് 90 ആയി മാറും അല്ലെ. ഇത് 8 ടൈംസ് വരും, ഇത് 45 ആയിട്ട് മാറും. സോ ദിസ് ഇസ് 45 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 8, ഇത് 35, റിമൈൻഡർ 315 ഡിവൈഡഡ് ബൈ 8 ഡിഗ്രി എന്ന് വരും. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കിത് ഡിഗ്രിയിലേക്ക് മിനിറ്റ്സിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുന്നത് നല്ലതല്ലേ. 3 ടൈംസ് 24 വരും, 7 വരും, 5 വരും, 9 ടൈംസ് 72 വരും, 3 വരും അല്ലെ, 3 വരും. അതായത് 39 ആൻഡ് ബാക്കി എന്താണ് 3/8 ഡിഗ്രി എന്ന് വരും അല്ലെ. 39 ഡിഗ്രി ആൻഡ് 3/8 ഡിഗ്രി. ഇതിനെ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 60 ചെയ്യുക. അതായത് ഇറ്റ് വിൽ ബിക്കം 180 ഡിവൈഡഡ് ബൈ 8 അല്ലെ. ദാറ്റ് ഇസ് സെയിം ആസ് 90 ഡിവൈഡഡ് ബൈ 4 അല്ലെ. 180 ഡിവൈഡഡ് ബൈ 8, 90 ഡിവൈഡഡ് ബൈ 4, 45 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലെ. 45 ഡിവൈഡഡ് ബൈ 2 എന്ന് തന്നെയല്ലേ ഇവിടെ വരുന്നത്. അതെ, അതായത് 22.5 അല്ലെ. സോ ദിസ് ഇസ് 39 ഡിഗ്രി ആൻഡ് 22.5 minutes. That can be written as 39 degree 22 minutes and 0.5 minutes-നെ 30 seconds എന്ന് എഴുതിക്കൂടെ അല്ലെ. 0.5 minutes into 60 ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സെക്കൻഡ്സ് ആക്കി മാറ്റുമല്ലോ. അതായത് ദാറ്റ് ഇസ് സെയിം ആസ് റൈറ്റിംഗ് 30 seconds. സോ ഇറ്റ് ഇസ് 39 degree 22 minutes and 30 seconds എന്നുള്ള ഒരു ഉത്തരം ഇവിടെ കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് -4നെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു ഇല്ല, -4 റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 180/π, അതായത് 22/7 അല്ലെ. ഇത് 2 ടൈംസ്, ഇത് 11 ആയി മാറുന്നുണ്ട്. സോ ദിസ് ഇസ് -360 ഇൻറ്റു 7/11.
So that is 0, 42 remainder 4 minus 2520 divided by 11. അതായത് 2520 divided by 11 2 times 22 വരുന്നുണ്ട്, 32 വരുന്നുണ്ട്, 2 times 22 വരുന്നുണ്ട്, 10 വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു സീറോയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 9 times 99 വിട്ടും 1/11 അല്ലെ. അതായത് 229 ഡിഗ്രി ആൻഡ് 1/11 ഡിഗ്രി. 1/11 ഡിഗ്രിയെ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇൻറ്റു 60 ചെയ്യും. സോ 60 11 ഡിവൈഡഡ് ബൈ 11 5 times 55 5 കിട്ടും. സോ 229 ഡിഗ്രി ആൻഡ് ഇതെന്ന് പറയുന്ന 5 minutes ആൻഡ് 5/11 seconds എന്നല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത് വീണ്ടും അല്ലെ. 5 minutes and 5/11 seconds. സോ 5/11 ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? പറയാം. Into 300 divided by 11 2 times 22 87 times 27 seconds sorry അല്ലെ. 2 times 22 8 7 times 77 വരത്തില്ലേ? approximately. So 229 degree 5 minutes and approximately 27 seconds എന്ന് എഴുതാം. അപ്രോക്സിമേറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇവിടെ ഒന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ലല്ലോ. ഇവിടെ 5 55 5/11. So this is 300 divided by 11 2 times 22 87 times 70. ഇത്രയും തന്നെ മതി. ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇതിൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇവിടെ. ഓക്കെ, ഇത് കണക്ക് തന്നെ അടുത്ത ചോദ്യങ്ങളും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. 5π/3 എന്താ ചെയ്യുന്നത്? 5π/3 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ ചെയ്താൽ പൈയും പൈയും വെട്ടിപ്പോയി ഇവിടെ ഒരു 60 വന്നു, ഇതൊരു 300 ഡിഗ്രി ആയിട്ട് മാറി അല്ലെ. അടുത്തപോലെ 7π/6 നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 7π/6 എന്താ ചെയ്യുന്നത്? ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ ചെയ്താൽ പൈയും പൈയും വെട്ടിപ്പോയി ഇത് 210 ഡിഗ്രി. അത്രേ ഉള്ളൂ. സോ ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യം എല്ലാം ചെയ്യാനായിട്ട് പഠിച്ചല്ലോ. എന്താ ചെയ്യുക? റേഡിയൻ ടു ഡിഗ്രി ആണെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 180/π. ഡിഗ്രി ടു റേഡിയൻ ആണെങ്കിൽ അതിന്റെ റിവേഴ്സ് മൾട്ടിപ്ലൈ ബൈ π/180. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് a wheel makes 360 revolutions in 1 minute. 1 minute എന്ന് പറയുന്നത് 60 സെക്കൻഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻ ഇൻ 1 സെക്കൻഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ പോരെ. അതായത് 6 revolutions in 1 second. എങ്ങനെയാ ചെയ്യുന്നത്? 360 in 60 ആണെങ്കിൽ 1 സെക്കൻഡിൽ കണ്ടുപിടിക്കാൻ ഇതിനെ 60 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആവും. 6 revolutions in 1 second. How many radians does it turn in 1 second? 1 revolution എന്ന് പറയുന്നത് 360 ഡിഗ്രി, അതായത് 2π റേഡിയൻ ആണല്ലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം 6 revolution എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2π റേഡിയൻ ഇൻറ്റു 6, അതായത് 12π റേഡിയൻ ആയിരിക്കും. സോ ദ നമ്പർ ഓഫ് റേഡിയൻസ് ഇറ്റ് കവേഴ്സ് ഇൻ 1 സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12π റേഡിയൻ ആയിരിക്കും. അടുത്തത് ഫൈൻഡ് ദ ഡിഗ്രി മെഷർ ഓഫ് ദി ആംഗിൾ സബ്റ്റൻഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കിൾ. റേഡിയസ് എന്ന് പറയുന്ന 100 സെന്റിമീറ്റർ ആണ്, ആർക്ക് ലെങ്ത് 22 ആണ്. തീറ്റ ഇൻ റേഡിയൻ എന്ന് പറയുന്ന L/R ആണ്, ദാറ്റ് ഇസ് 22 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഇസ് 11 ഡിവൈഡഡ് ബൈ 50. നമുക്കറിയാം റേഡിയൻ ടു ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 180/π അല്ലേ ചെയ്യേണ്ടേ അല്ലെ. സോ ദിസ് ഇസ് 11/50 റേഡിയനിലാണ്, അതിനെ 180 ഡിവൈഡഡ് ബൈ പൈ എന്ന് പറയുന്നത് 22/7 ചെയ്യുക. ഇത് 2 ടൈംസ് വെട്ടിപ്പോകും, ഇത് 90 ആകും, ഇതും വെട്ടിപ്പോകും. സോ 63 ഡിവൈഡഡ് ബൈ 5 ഡിഗ്രി എന്ന് കിട്ടും അല്ലെ. 63 ഡിവൈഡഡ് ബൈ 5, അതായത് 63 ഡിവൈഡഡ് ബൈ 5 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു 12 ടൈംസ് നമുക്കറിയാം. 5 ഇൻറ്റു 12 ടൈംസ് എത്ര കിട്ടുന്ന? 60 കിട്ടും അല്ലെ. 3 വരും, അതായത് 12 ഡിഗ്രി ആൻഡ് 3/5 മിനിറ്റ്സ്, 3/5 ഡിഗ്രി അല്ലെ. അതിനെ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇൻറ്റു 60 ചെയ്യുക, ഇത് 12 ആകും. അതായത് 12 ഡിഗ്രി ആൻഡ് 36 മിനിറ്റ്സ് എന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ആ ഫ്രാക്ഷൻ വരുന്ന പാർട്ടിനെ ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഗ്രി നമ്മൾക്ക് അങ്ങ് മിനിറ്റ്സ് ആകും. ആ മിനിറ്റ്സിനെ വീണ്ടും ചെയ്യുക, അതിൽ വീണ്ടും ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ ആ ഫ്രാക്ഷൻ 60 കൊണ്ട് ചെയ്ത് സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇവിടെ ആവശ്യം വന്നില്ല. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ
സോ ഒരു സർക്കിൾ ഉണ്ട്, അതിന്റെ ഡയമീറ്റർ 40 ആണ്. ഡയമീറ്റർ 40 ആണെങ്കിൽ റേഡിയസ് 20 ആവും എന്നുള്ള സംശയമില്ലല്ലോ. സോ ഇത് സെന്റർ O ആണെങ്കിൽ റേഡിയസ് 20 ആയിട്ട് വരും. ദ ലെങ്ത് ഓഫ് എ കോഡ് ഒരു കോഡ് ഉണ്ട്, അത് 20 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ മൈനർ ആർക്ക്. മൈനർ ആർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ആർക്ക് ലെങ്ത്, ഈ ആർക്ക് ലെങ്ത് AB ആണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ എല്ലാ സൈഡും 20 വരുന്ന ഒരു ട്രയാങ്കിൾ അല്ലേ ഇത്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയില്ലേ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസ് 60 ഡിഗ്രി അല്ലേ, കാരണം എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് വന്ന ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, 60 ഡിഗ്രി ആണ്. സോ ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെന്റർ, ആംഗിൾ അറ്റ് ദ സെന്റർ എത്രയാണ്? 60 ഡിഗ്രി. ഈ ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. സോ ദിസ് ഇസ് π/3 റേഡിയൻ എന്നറിയാം അല്ലെ. സോ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് π/3 റേഡിയൻ ആണ്. നമുക്ക് തീറ്റ ഇൻ റേഡിയൻ എന്ന് പറയുന്ന L/R എന്ന് എഴുതാം. തീറ്റ ഇൻ റേഡിയൻ π/3 എന്ന് പറയുന്ന L എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് ഓഫ് ദ കോഡ് 20, റേഡിയസും 20. അതും ഇതും വെട്ടിപ്പോയി അല്ലെ. തീറ്റ ഇൻ റേഡിയൻ എന്ന് പറയുന്നത് തീറ്റ ഇൻ റേഡിയൻ എന്ന് പറയുന്നത് L/R, സോറി π/3 എന്ന് പറയുന്നത് L ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. L എന്ന് പറയുന്നത് ഈ 20 അല്ല, ഈ ആർക്ക് ലെങ്ത് ആണ്, അതറിയില്ല. റേഡിയസ് 20 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് L എത്ര എന്ന് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 into π/3 എന്ന് കിട്ടും. 20 into π/3 വേണമെങ്കിൽ പൈയുടെ വാല്യൂ ഇട്ട് കൊടുത്ത് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. NCERT 20 times of π/3 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സോ ദിസ് ഷുഡ് ബി ദി ആൻസർ. ഓക്കെ, ഇവിടെ തെറ്റ് പറ്റരുത്. ഇവിടെ ഞാൻ 20 എന്ന് ആദ്യം ഇട്ട് കൊടുത്തത് തെറ്റാണ്. കാരണം എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് ഈ കോഡിന്റെ ലെങ്ത് അല്ല, ഈ ആർക്കിന്റെ ലെങ്ത് ആണ്. ആർക്കിന്റെ ലെങ്ത് നമുക്ക് അറിയത്തില്ല. സോ ദാറ്റ് ഈസ് L/R. ആൻഡ് ഓർക്ക് ഈ ഫോർമുല ഈസ് ടു ബി അപ്ലൈഡ് ഓൺലി ഫോർ എവിടെയാ? വെൻ ദ ആംഗിൾ ഈസ് ഇൻ റേഡിയൻ. റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, അടുത്തത് ഇഫ് ഇൻ 2 സർക്കിൾസ്. ഈ ഒരു ചോദ്യം നമ്മൾ എക്സാമ്പിളിൽ ഓൾറെഡി ചെയ്തതാണ്. 2 സർക്കിൾ ഉണ്ട്, സർക്കിൾ 1ഉം സർക്കിൾ 2ഉം എടുക്കുക. ആർക്ക് ലെങ്ത് സെയിം ആണ്. ഓക്കെ, അതായത് ആർക്ക് ലെങ്ത് സെയിം ആണ്. ഇത് L ആണെങ്കിൽ ഇതിന്റെയും ആർക്ക് ലെങ്ത് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. സബ്ടെൻസ് ആൻഡ് ആംഗിൾ ഇവിടെ ഒരു 60 ഡിഗ്രിയും ഇവിടെ ഒരു 75 ഡിഗ്രിയും സബ്ടെൻഡ് ചെയ്യുന്നു കണ്ടിട്ടുണ്ട്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ റേഡിയസ് R1 ആൻഡ് R2. ഓക്കെ, നമുക്കറിയാം നമുക്ക് തീറ്റ ഇൻ റേഡിയൻസ് എന്ന് പറയുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു L/R അല്ലേ. തീറ്റ ഇൻ റേഡിയൻസ് എന്ന് പറയുന്നത് L/R ആണ് അല്ലെ. ഈ 60 ഡിഗ്രി എന്ന് പറയുന്നത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു π/180, ദാറ്റ് ഈസ് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ R1 അങ്ങനെ എഴുതാം. അതേപോലെ തന്നെ ഇതിനെ നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്താൽ 75 into π/180 എന്ന് പറയുന്നത് L ഡിവൈഡഡ് ബൈ R2. അങ്ങനെയാണെങ്കിൽ ഇവിടെ L എന്ന് പറയുന്നതിനെ 60 into π/180 into R1 എന്നും എഴുതാം. ദാറ്റ് L ഷുഡ് ബി സെയിം ആസ് 75 into π/180 into R2 എന്നും നമുക്ക് എഴുതാം അല്ലെ. സോ പൈയും വെട്ടിപ്പോയി, 180യും വെട്ടിപ്പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് R1/R2 എന്ന് പറയുന്നത് 75/60 എന്ന് എഴുതാം. ദാറ്റ് ഈസ് സെയിം ആസ് 1 times 15 divided by 12 എന്ന് എഴുതാം. ദാറ്റ് ഈസ് സെയിം ആസ് 5 divided by 4 എന്ന് എഴുതാം. സോ R1/R2 is 5/4. So R1 is to R2 is 5:4 ratio എന്ന് നമുക്കറിയാം. R1 is to R2 5:4. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമ്പിൾ ചോദ്യത്തിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് find the angle in radian to which pendulum swings if its length is 75 centimeter. ഒരു പെൻഡുലം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ മണി അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു ആർക്ക്, ഇങ്ങനെ പെൻഡുലം എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്കിലൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം അല്ലെ. ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു, ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു അല്ലെ. അത് ഇപ്പൊ ആർക്ക് ലെങ്ത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ഇസ് ഈക്വൽ ടു L/R അല്ലേ. ഇവിടെ L എത്രയാണ്? 10. റേഡിയസ് എന്താണ്? ലെങ്ത് ഓഫ് ദി പെൻഡുലം വരും 75. അതായത് 2 divided by 1 times 15 എന്ന് വരും. 2/15 റേഡിയൻ എന്ന് വരും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തില് തീറ്റ ഇസ് ഈക്വൽ ടു L/R. ഇവിടെ L സെയിം തന്നെ, 70 R സെയിം തന്നെ, അതായത് ലെങ്ത് ഓഫ് ദ പെൻഡുലം സെയിം തന്നെ 75. L എന്ന് പറയുന്ന 15 ആയി മാറുന്നു. സോ ദിസ് വിൽ ബിക്കം 1 divided by ഇതിന് 15 5 times, so 1/5 റേഡിയൻസ്, RAD എന്ന് എഴുതാം. ഇതിനെ RAD. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു ലെങ്ത് വീണ്ടും 21 ആയി, റേഡിയസ് എന്ന് പറയുന്നത് 75 ആയി. 3 കൊണ്ട് കളയാൻ പറ്റുമായിരിക്കും അല്ലെ. 7 times 25 times 7/25 റേഡിയൻ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആയിരുന്നു.
എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ജവക പുക അടിപൊളി പാർട്ടുകളിലേക്ക് കിടക്കുകയാണ്. ട്രിഗണോമെട്രി നമ്മൾ കിടിലമായിട്ട് പഠിപ്പിക്കുമായിരിക്കും. എല്ലാവരും തന്നെ ഇത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ ബൈ ബൈ, ഹാവ് എ നൈസ് ടൈം.